എവ്രിവൺ, ഞാൻ ഇന്നൊരു കഥ പറയാനാണ് വന്നത്. കഥ എന്ന് പറഞ്ഞാൽ വെറുതെ ആവശ്യമില്ലാത്തൊരു കഥ പറയാനല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ അറിയാൻ ആഗ്രഹം ഉണ്ടാകുന്ന ഒരു കഥയാണ്. ഒരു നീറ്റ് എക്സാമിന് പോകുമ്പം എങ്ങനെയായിരിക്കും അവിടുത്തെ കാര്യങ്ങൾ എന്നുള്ളൊക്കെ കാര്യം. ഓക്കെ, ഫസ്റ്റ് ആയിട്ട് നീറ്റ് എഴുതാൻ പോകുന്ന ഒരു കുട്ടിക്ക് ഒരുപാട് ആശങ്കകൾ ഉണ്ടാവും, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. നമ്മളിപ്പോൾ ഡ്രസ് കോഡിൻ്റെ കേസ് പറയുമ്പോഴും OMRൻ്റെ കേസ് പറയുമ്പോൾ ഒക്കെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ടെൻഷനായിരിക്കും ഉള്ളിൽ. ഞാനിതൊക്കെ എങ്ങനെ ഫേസ് ചെയ്യും, എന്തായിരിക്കും അന്ന് അവിടെ പോയിട്ടുണ്ടാവുക എന്നുള്ള ഒരുപാട് ടെൻഷൻസ് നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കും. അപ്പോൾ ഇതൊരു പ്രാവശ്യം എഴുതിയ ഒരാളെ അടുത്തുനിന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു സമാധാനം ഉണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് അവിടെ പോയിട്ട് നടക്കുക എന്നുള്ള കാര്യം. അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്ത് നിങ്ങളുടെ ടെൻഷൻ കുറച്ച് തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ നീറ്റ് എക്സ്പീരിയൻസ് പറയാനായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, എൻ്റെ നീറ്റ് എക്സ്പീരിയൻസ് പറയുന്ന സമയത്ത് ഞാൻ എഴുതിയത് 2017 ആ സമയത്ത് ഫസ്റ്റ് നീറ്റ് എക്സാം ആയിരുന്നു. APMT മാറ്റിയിട്ട് നീറ്റ് ആക്കിയ ആ ഒരു ടൈമിലാണ് ഞാൻ എഴുതിയത്. അപ്പോൾ ആ സമയത്ത് ഇതെല്ലാം നമുക്ക് പുതിയതാണ്. ഈ ഒരു നീറ്റ് എക്സാം, അതിൻ്റെ ഓരോ ഗൈഡ് ലൈൻസ്, ലൈക്ക് ഡ്രസ്സ് അങ്ങനെ വേണം, ഹാഫ് സ്ലീവേ പറ്റുള്ളൂ, എന്താ പറയുക, മെറ്റൽസ് ഒന്നും ഇടാൻ പാടില്ല, ഓർണമെൻറ്റ്സ് ഒന്നും ഇടാൻ പാടില്ല, പേരൻസിനെ ഉള്ളിലേക്ക് കയറ്റില്ല, ഇങ്ങനെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത്. അപ്പം ഞങ്ങൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികൾക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലായിരുന്നു എക്സാം സെൻറ്ററിലേക്ക് വരുന്ന സമയത്ത്. എൻ്റെ എക്സാം സെൻറ്റർ എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ഭവൻസ് സ്കൂളിലായിരുന്നു എൻ്റെ എക്സാമിനേഷൻ സെൻറ്റർ. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 27 കിലോമീറ്റേഴ്സ് ഉണ്ടായിരിക്കും എക്സാം സെൻറ്ററിലേക്ക്. അപ്പോൾ എക്സാമിന് ഒരു 2 hour മുന്നെങ്കിലും ഞാൻ അവിടെ എത്തിയിട്ടുണ്ടാവും. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവും. ഞങ്ങൾക്കൊരു 45 minutes ജേണിയാണുള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാനൊരു 1.5 hour മുന്നേ തന്നെ ഞാൻ എൻ്റെ എക്സാമിനേഷൻ സെൻറ്ററിൽ എത്തിയത്. ഭയങ്കര തിരക്കായിരുന്നു. എല്ലാവരും ഫ്രിസ്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റുഡൻസ് ഒക്കെ അവിടെ നിന്നിട്ട്, നമ്മൾ വരി നിന്നിട്ട് വേണം എല്ലാം ചെയ്യാനായിട്ട്. പേരൻസിനെ ആരും ഉള്ളിലേക്ക് കയറ്റിയിട്ടില്ലായിരുന്നു. നമ്മളെ കയ്യിലുള്ള ബാഗൊക്കെ നമ്മളെ റിസ്കിൽ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുക. അന്ന് ഉള്ളിലേക്ക് എടുക്കുന്നതിന് വലിയ സീനില്ലായിരുന്നു. അപ്പോൾ എടുത്തിട്ട് അതൊക്കെ നമ്മളെ റിസ്കിൽ നമ്മൾ എവിടെ വെച്ചാൽ വെച്ചിട്ട് നമ്മൾ കയറുകയാണ് ചെയ്തത്. ആൻഡ് നമ്മളെ ഡ്രസ്സ് എല്ലാം ചെക്ക് ചെയ്തു. എൻ്റെ കുറേ ഫ്രണ്ട്സ് ഇയറിങ്സും ചെയിനൊക്കെ ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെ കയ്യിലും അതൊക്കെ ഊരി വാങ്ങിപ്പിച്ചു. ആൻഡ് അതൊക്കെ കൊടുത്തിട്ട് വരാൻ പറഞ്ഞു. പേരൻസിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് വരാനായിട്ട് പറയുകയാണ് ചെയ്തത് ഇങ്ങനെയുള്ള കുട്ടികൾ. ആൻഡ് ഓൾസോ കുറേ കുട്ടികളെ സിപ്പ് പൊട്ടിച്ചു. കാരണം മെറ്റൽസ് ഒന്നും പാടില്ല എന്നുള്ള അത്രയും കർശനമായിട്ടുള്ള സംഭവമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഡ്രസ് കോഡ് വീഡിയോയിൽ ഞാൻ വീണ്ടും പറഞ്ഞത്, നിങ്ങൾ റിസ്ക് എടുക്കരുത്. എത്രയും സിമ്പിളായിട്ട് പോകാൻ പറ്റുമോ അത്രയും സിമ്പിളായിട്ട് പോവാം. കാരണം ആ സമയത്ത് പല കുട്ടികളും കരയായിരുന്നു അവിടെ നിന്നിട്ട്. കാരണം അവർക്ക് എക്സ്പെക്ട് ചെയ്യാത്തൊരു സംഭവമാണ് ഇത്. ഓക്കെ, കാരണം നമുക്ക് അന്ന് അറിയില്ലായിരുന്നു എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. ഓക്കെ, പ്രോപ്പറായിട്ട് ഇതിനെപ്പറ്റി ഒരു ഗൈഡൻസ് കിട്ടാത്തതുകൊണ്ടാണ് പല കുട്ടികൾക്കും അന്ന് അങ്ങനെ ഇവിടെ ഒരു സാഹചര്യം ഉണ്ടായത്. ഓക്കെ, അപ്പോൾ അതിനാണ് നമ്മളിങ്ങനെ വീഡിയോസൊക്കെ ചെയ്ത് നിങ്ങളോട് എപ്പോഴും പറഞ്ഞു തരുന്നത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ. ആൻഡ് ഫ്രിസ്കിംഗ് ഒക്കെ അങ്ങനെ കഴിഞ്ഞു. ഒരുപാട് കുട്ടികൾക്ക് ഒരുപാട് സങ്കടവും വിഷമമൊക്കെ ഉണ്ടായി. അങ്ങനെ അവസാനം ഞങ്ങൾ എക്സാം സെൻറ്ററിലെത്തി. എക്സാം സെൻറ്ററിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്താ പറയുക, വാട്ടർ ബോട്ടിലൊന്നും ഉള്ളിലേക്ക് അലൗഡ് അല്ല. അവിടെ വന്നിട്ട് അവർ വെള്ളം വേണമെങ്കിൽ നമുക്ക് തരിക ചെയ്യുക. ആൻഡ് അവിടെ എത്തിയിട്ട് നമ്മൾ പിന്നെ മെയിനായിട്ട് എന്താ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ, അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. എന്താ പറയുക, ഞാൻ എപ്പോഴും പറയും പോലെ തന്നെ ഫീൽ എനിക്ക് മനസ്സിലാവും. പക്ഷെ നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് നമുക്ക് ഇല്ലാത്തൊരു ആൻസർ കിട്ടുകയെ, നമ്മൾ പഠിക്കാത്തൊരു കാര്യം നമ്മളെ മനസ്സിലേക്ക് വരികയോ ഒന്നുമില്ല. നമ്മൾ വെറുതെ ടെൻഷൻ അടിച്ച് നമ്മൾ പഠിച്ച കാര്യങ്ങളും കൂടെ നമ്മൾ മറന്നു പോവുകയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ എക്സാം സെൻറ്ററിൽ എത്തി. അവിടെ ഫസ്റ്റ് തന്നെ നമ്മൾ അറ്റൻഡൻസ് ഷീറ്റ് തരും. അറ്റൻഡൻസ് ഷീറ്റ് എല്ലാവരെയും റൊട്ടേറ്റ് ചെയ്ത് വരും. നമ്മൾ നമ്മുടെ പേര് എഴുതും, ഫോട്ടോഗ്രാഫ് അവിടെ എന്താ പറയുക പേസ്റ്റ് ചെയ്യും, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ സമയമാകുമ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ തരുന്ന സമയത്ത് ആൻഡ് ഓൾസോ പെന്നും അവർ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നമ്മൾ നല്ലോണം കൂൾ ഓഫ് ടൈം എടുത്തിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വായിച്ചിട്ട്, അതുപോലെ തന്നെ OMR ഫില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ നമ്പർ അല്ല, രജിസ്ട്രേഷൻ നമ്പർ പ്രോപ്പറായിട്ട് മാർക്ക് ചെയ്യുക. ഒരു തെറ്റ് നമ്മൾ വരുത്തരുത്. കാരണം ഒരു തെറ്റ് നമ്മൾ വരുത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കയ്യിൽ നിന്ന് എല്ലാം പോകും. ഓക്കെ, അത് വിചാരിച്ച് ഒരു തെറ്റ് വരുത്തരുത് എന്ന് ഭയങ്കരമായിട്ട് നിങ്ങൾ ടെൻഷൻ അടിച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കൂളായിട്ട് അത് നിങ്ങൾ ചെയ്യാൻ പറ്റും. എങ്ങനെയെന്ന് വെച്ചാൽ, OMR ഷീറ്റ് നമുക്കിപ്പം പല സൈറ്റ്സിലും അവൈലബിൾ ആണ്. അതൊന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഒന്ന് പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങളൊന്ന് ശീലിക്കണം എങ്ങനെയാണ് OMR ഫില്ല് ചെയ്യുക എന്നുള്ള കാര്യം. നിങ്ങൾ ന്യൂ ആണെങ്കിൽ, ഇത്തരം കാര്യങ്ങളിലേക്ക് നിങ്ങൾ പുതുതായിട്ടാണ് നിങ്ങളിതൊക്കെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഇതൊന്നും ചെയ്ത് ശീലമില്ലാത്തൊരു കുട്ടിയാണെങ്കിൽ എന്തായാലും അതൊന്നും നിങ്ങൾ ട്രൈ ചെയ്യണം. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് OMR ഇതിന് മുന്നേ ഫില്ല് ചെയ്ത് പരിചയം ഉണ്ടാവണം. ഓക്കെ, യെസ്. അപ്പോൾ അങ്ങനെ OMR ഒക്കെ ഫില്ല് ചെയ്യുന്നു.
ഫില്ല് ചെയ്തിട്ട് നമ്മൾ എന്താ പറയുക, ഇനി പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ OMR ഫില്ല് ചെയ്യുന്നതിൽ കുറേ കുട്ടികൾക്ക് ഒരുപാട് എന്താ പറയുക, ഒരുപാട് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് കുട്ടികളുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് എല്ലാ ആൻസേഴ്സും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ടിക്ക് ഇട്ട് വെക്കും, എന്നിട്ട് അവസാനം ഇതെല്ലാം OMRൽ മാർക്ക് ചെയ്യും. ഓക്കെ, അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, എല്ലാം അവസാനത്തേക്ക് നമ്മൾ മാറ്റി വെക്കുകയാണ്. അവസാനം നമുക്ക് ഇതെല്ലാം വൃത്തിക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊരു ഉറപ്പില്ല. കാരണം ഈ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ ആൻസർ കിട്ടിയില്ലെങ്കിൽ നമ്മൾ അത് ആലോചിച്ച് നിൽക്കും, എന്നിട്ട് നമ്മൾ കുറേ സമയം അവിടെ പോകുന്നുണ്ടാവും, പക്ഷെ നമ്മൾ അറിയുന്നുണ്ടാവില്ല ഇത്രയും സമയം ഇവിടെ പോയി എന്നുള്ള കാര്യം. ഓക്കെ, യെസ്, ക്ലോക്ക് ഒക്കെ നമ്മുടെ എക്സാം സെൻറ്ററിൽ ഉണ്ടാവും. ആരും അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണം, റിസ്റ്റ് വാച്ചും ഒന്നും ആരും എടുക്കരുത്. എടുത്താൽ പിന്നെ നിങ്ങളെ റിസ്കിൽ നിങ്ങൾ അവിടെ എവിടെയെങ്കിലും ഇട്ടിട്ട് നിങ്ങൾ എക്സാമിന് പോകേണ്ടി വരും. ഓക്കെ, ആ സമയത്ത് നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല. എല്ലാം എക്സാം സെൻറ്ററിൽ ക്ലോക്ക്സ് ഉണ്ടായിരിക്കും. യെസ്, അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അതിന് ചെയ്യരുത്, അത് ചെയ്യരുത്. നിങ്ങൾ എന്താ പറയുക, നിങ്ങൾക്കൊരു ഇപ്പം എല്ലാം ഒരു ക്വസ്റ്റ്യൻ വായിക്കുന്നു, അതിൻ്റെ ആൻസർ എഴുതുന്നു, അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു 10 or 15 ക്വസ്റ്റ്യൻസ് മാക്സിമം ആണ് ഞാൻ പറയുന്നത്. അതിൽ കൂടുതൽ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ മാർക്ക് ചെയ്യും. ഓക്കെ, ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ മാർക്ക് ചെയ്യുമ്പം 5th ക്വസ്റ്റ്യൻ്റെ ആൻസർ 6th ക്വസ്റ്റ്യനിൽ പോയി മാർക്ക് ചെയ്താൽ 4 മാർക്കും പോയി, -1 നമുക്ക് കിട്ടും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മാക്സിമം 15 ക്വസ്റ്റ്യൻസ് നിങ്ങൾ അങ്ങനെ ചെയ്യുക. ഓക്കെ, അതിൽ കൂടുതൽ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും കോർഡിനേറ്റ് ചെയ്യാൻ പറ്റണം. ഈ ഒരു സമയത്തിനുള്ളിൽ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും എന്ന് അത്രയും ഉറപ്പുള്ള ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം പ്രാക്ടീസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ പറ്റുമായിരിക്കും. പക്ഷെ അങ്ങനെ ഒരു റിസ്ക് നമ്മൾ ഇത്തരത്തിലുള്ള ഇത്രയും ക്രൂഷ്യലായ ഒരു എക്സാം എഴുതുന്ന സമയത്ത് നമ്മൾ അത്തരത്തിലുള്ള റിസ്ക് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, യെസ്, അപ്പോൾ ഈ OMR ഫില്ല് ചെയ്യുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കുക. നമ്മൾ ഏത് ക്വസ്റ്റ്യൻ ആണ്, അതിൻ്റെ ആൻസർ A ആണോ, B ആണോ, C ആണോ, D ആണോ എന്നുള്ള കാര്യം നല്ലോണം ഉറപ്പ് വരുത്തിയിട്ട് മാത്രം മാർക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഒന്ന് നമ്മളെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കയ്യിൽ നിന്ന് നമുക്ക് ടെൻഷൻ ആവും. അയ്യോ, ഒന്ന് തെറ്റിയല്ലോ എന്നുള്ള സാധനം കൂടെ നമ്മുടെ ഉള്ളിൽ വരും. പിന്നെ നമ്മൾ ചെയ്യുന്നത് വീണ്ടും തെറ്റാനുള്ള ചാൻസ് അവിടെ കൂടുതലാണ്. ഓക്കെ, ആൻഡ് ഓൾസോ വൺ മോർ ഇമ്പോർട്ടൻറ്റ് തിങ്, ഞാൻ എപ്പോഴും വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ്, ആൻസർ ഈസി ആണെങ്കിൽ ചാടിക്കയറി ഞാൻ ആൻസർ ചെയ്യും. ഓക്കെ, ക്വസ്റ്റ്യൻ ഈസി ആണെങ്കിൽ ചാടിക്കയറി ആൻസർ ചെയ്യും, എന്തെങ്കിലും ഒരു പൊട്ടത്തരം അവിടെ കാണിച്ചു വെക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഈസി ആയാലും ടഫ് ആയാലും ആങ്ഷ്യസ് ആവേണ്ട കാര്യമില്ല. ഈസി ആണെങ്കിൽ കൂളായിട്ട് ഇരുന്ന് ആലോചിച്ചിട്ട് ആൻസർ എഴുതാം. ടഫ് ആണെങ്കിലും നിങ്ങൾക്ക് മാത്രമല്ല ചുറ്റുള്ള എല്ലാവർക്കും ഇതൊരു ടഫ് എക്സാം തന്നെ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ എക്സാം സെൻറ്ററിൽ കയറി കഴിഞ്ഞാൽ വേറെയുള്ള കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ നോക്കണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ചില കുട്ടികൾക്ക് വേറെയുള്ള കുട്ടികൾ വെറുതെ അവരെന്തെങ്കിലും എഴുതുകയാണെങ്കിൽ തന്നെ ചില ആളുകൾ ടെൻഷൻ ആവും, അവർക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ടല്ലോ, എനിക്ക് കിട്ടുന്നില്ലല്ലോ, ഇങ്ങനത്തെ ഒരുപാട് ടെൻഷൻ ഉണ്ടാവും. സോ നിങ്ങൾ വേറെ ആരെയും നോക്കണം, നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം, നിങ്ങൾക്ക് എന്തൊക്കെ ആൻസേഴ്സ് കിട്ടുന്നുണ്ട്, ഈ കാര്യം മാത്രം നിങ്ങൾ നോക്കി നിങ്ങൾ എക്സാം എഴുതി എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങിയിട്ടും നമുക്ക് ആൻസർ കീ ഒക്കെ എല്ലായിടത്തും അവൈലബിൾ ആയിരിക്കും. ആൻഡ് ഈ എല്ലാ ആൻസർ കീയും നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു സൈറ്റിൽ നിന്നുള്ളത് വേറെ ആൻസർ ആയിരിക്കും, മറ്റേ സൈറ്റിൽ നിന്നുള്ളത് വേറെ ആൻസർ ആയിരിക്കും. ഓക്കെ, ആൻസർ കീ നോക്കണ്ടെന്ന് ഞാൻ പറയില്ല, പക്ഷേ കുറച്ച് സമയം നിങ്ങൾ ഈ ഒരു എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾ എൻജോയ് ചെയ്യണം എന്നാണ് ഞാൻ പറയുക. കാരണം ഇത്രയും ദിവസം നിങ്ങൾ ഹെക്റ്റിക് ആയിട്ട് നിങ്ങൾ പഠിച്ച കുട്ടികളാണ്. ഓക്കെ, എക്സാം കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ അതിൻ്റെ ആൻസർ കീ ഒക്കെ ചെക്ക് ചെയ്ത് സന്തോഷമെങ്കിൽ സന്തോഷം, പക്ഷേ സങ്കടമാണെങ്കിൽ എന്താ പറയുക, നിങ്ങൾ ആ ആൻസർ കീ അപ്പം തന്നെ ഡിസ്കസ് ചെയ്യാതൊക്കെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. വേറെ ഫ്രണ്ട്സിനോടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, ഈസി ആയിരുന്നോ, ടഫ് ആയിരുന്നു, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾ ചോദിക്കാതെ നിങ്ങൾക്ക് എങ്ങനെയാണ് എഴുതിയത് അതിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ അല്ലേ, ഈ കാര്യം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, യെസ്, ആൻഡ് യെസ്, അപ്പോൾ അത്രയാണ് കാര്യങ്ങൾ നമ്മൾ OMR ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, യെസ്, ആൻഡ് ഞാൻ പറയുന്നത്, നിങ്ങൾ OMR ഫില്ല് ചെയ്യുമ്പം എപ്പോഴും ഫില്ല് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള ടോപ്പിക് ഏതാണോ ആ ടോപ്പിക് ആദ്യം കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് ഇപ്പോൾ ബയോ ആയിരിക്കും, അധിക സ്റ്റുഡൻസിനും ബയോ ആയിരിക്കും ഈസി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ഉണ്ടായിരിക്കുക. കാരണം 1 word ക്വസ്റ്റ്യൻസ് ആണ്, നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അതൊക്കെ പെട്ടെന്ന് ആൻസർ ചെയ്യുക. ഓക്കെ, ഇനി ന്യൂമറിക്കൽസ് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് സമയം എടുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് അവിടെ സ്കിപ്പ് ചെയ്യുക, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുക. കാരണം ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും നമുക്ക് സമയമില്ലാത്തത് കാരണം നമ്മൾ മിസ്സാക്കരുത്. ഓക്കെ, യെസ്, ഓക്കെ, അപ്പോൾ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആദ്യം നിങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ആൻഡ് ഓൾസോ ചില ക്വസ്റ്റ്യൻസ് വളരെ ഈസി ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇത്രയും ഈസി ക്വസ്റ്റ്യൻ ഒക്കെ ഈ എക്സാമിന് ചോദിക്കുമോ എന്നുള്ളൊരു ഡൗട്ട് നമുക്ക് വരും. എന്നിട്ട് നമ്മൾ പറയും, ഓക്കെ, ഇത് ഇങ്ങനെ ആയിരിക്കില്ല, അങ്ങനെ ആയിരിക്കും എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ഓക്കെ, അപ്പോൾ ഈസി ക്വസ്റ്റ്യൻസും വരാം. ഓക്കെ, നിങ്ങൾ ചിന്തിക്കുന്ന പോലെ നോർമലായിട്ട് ചിന്തിച്ച് ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആരും അതൊന്നും ആലോചിച്ച് ഡൗട്ട് അടിക്കരുത്.
യെസ്, അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ടഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ അവസാനത്തേക്ക് മാറ്റിയൊക്കെ കുറച്ച് ടൈം കൺസ്യൂമിങ് ആണെന്ന് തോന്നുന്ന പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ അവസാനത്തേക്ക് മാറ്റി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ. ആൻഡ് എൻ്റെ ഒരു എന്താ പറയുക, കാഴ്ചപ്പാടിൽ നമുക്ക് ബയോളജിയും കെമിസ്ട്രിയും ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ആൻസേഴ്സ് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഫിസിക്സ് ആയിരിക്കും കൂടുതലും ന്യൂമറിക്കൽസ് ബേസ്ഡ് ആയിട്ടുണ്ടായിരിക്കുക. ആൻഡ് അസേർഷൻ റീസൺ ചെയ്യുന്ന സമയത്ത് നല്ലോണം വായിക്കുക. നല്ലോണം വായിച്ചിട്ട് അസേർഷൻ ട്രൂ ആണോ റീസൺ ട്രൂ ആണോ ഈ കാര്യങ്ങളൊക്കെ നല്ലോണം വായിച്ചിട്ട് മാത്രം ആൻസർ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓപ്ഷൻസ് വളരെ കൃത്യമായിട്ട് വായിക്കുക. ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ ഓപ്ഷൻസിൽ വിച്ച് ഈസ് നോട്ട് കറക്റ്റ്, വിച്ച് ഈസ് ഇൻകറക്റ്റ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ആ ഒരു കീ വേർഡ് നിങ്ങൾ മനസ്സിലാക്കണം, എന്താണ് അവിടെ ചോദിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് ഓപ്ഷൻസ് വായിച്ചിട്ട് ആൻസർ കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ. യെസ്, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഭയങ്കര ചില്ലായിട്ട് കൂളായിട്ട് എക്സാം എഴുതാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ടെൻഷനൊന്നും അടിക്കണ്ട. ടെൻഷൻ അടിക്കുന്നതുകൊണ്ട് മാറ്റങ്ങളൊന്നും അവിടെ ഉണ്ടാവുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് ടെൻഷൻ അടിക്കണ്ടെന്ന് പറയുന്നത്. എല്ലാവരും പറയും ടെൻഷൻ അടിക്കണ്ടെന്ന് പറയാൻ സുഖമാണ് എന്നുള്ള കാര്യം. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അവിടെ ഇരുന്ന് നിങ്ങൾ ടെൻഷൻ അടിച്ചിട്ട് നിങ്ങൾ പഠിക്കാത്ത കാര്യം നിങ്ങളെ മൈൻഡിലേക്ക് വരുമോ? ഇല്ല അല്ലേ? പഠിച്ച കാര്യങ്ങളും കൂടെ ആ ടെൻഷൻ കാരണം നിങ്ങൾ മറന്നുപോകും. ഓക്കെ, ഇതാണ് അവിടെ സംഭവിക്കുക. അതുകൊണ്ടാണ് പറയുന്നത് ടെൻഷനൊന്നും അടിക്കണ്ട, എല്ലാവർക്കും ഉഷാറായിട്ട് എക്സാം എഴുതാൻ പറ്റട്ടെ, എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എക്സാം ഒക്കെ പഠിച്ചിട്ട് പോവുക. യെസ്, അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡ്രസ് കോഡിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മൾ OMR ഫില്ല് ചെയ്യുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയാണ് നമ്മുടെ എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്നുള്ള വീഡിയോയും നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് അവിടെ കൊണ്ടുപോകേണ്ടത്, എന്തൊക്കെയാണ് കൊണ്ടുപോകാൻ പറ്റാത്തത്, ഈ വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോസൊക്കെ കാണാം. നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാത്തിൻ്റെയും ലിങ്ക് കൊടുക്കാം. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുകയും ചെയ്യാം. നമ്മൾ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും ഉഷാറായിട്ട് എഴുതാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.